നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിബി രാജേഷ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. ADGP അജിത് കുമാറിനെതിരെ നടപടി എടുത്തതിൽ പ്രതികരിച്ച് VS സുനിൽകുമാർ. നിയമസഭാ ബഹളത്തെ തുടർന്ന് ഇന്ന് പിരിച്ചുവിട്ടതിന് കാരണക്കാർ പ്രതിപക്ഷമാണെന്ന് മന്ത്രിമാർ. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി BJPയെ സഹായിക്കാനെന്ന് നിലമ്പൂർ MLA PV അൻവർ. ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്കൂളിലെ മോഷണം. മോഷ്ടാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് നിയമസഭയിൽ കസേര മറിച്ചിട്ട മന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ എതിർക്കാനായി എത്തിയപ്പോൾ കൈപിടിച്ച് മടക്കിവിട്ട് മുഖ്യമന്ത്രി. 23ാമത് ഭാഗവത തത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 കൂടി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. വിവാദ ചോദ്യങ്ങൾ സഭയിൽ എത്തിക്കാതിരിക്കാൻ ഇടപെട്ടതാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മനഃപൂർവ്വമാണെന്നും സതീശൻ ആരോപിച്ചു. സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിലുണ്ടായത്. ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. 49 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, രാജ്യ താൽപര്യത്തെ, സംസ്ഥാന താൽപര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിൻ്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി. സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത്. നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത്. RSS അജണ്ട PVയുടെ സ്കിറ്റ് എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം സഭയുടെ അകത്തും പുറത്തും പ്രതിഷേധിച്ചു. വിവാദ വിഷയങ്ങളിൽ ചോദ്യം ഉന്നയിക്കാനാണ് അവസരമാണ് റദ്ദാക്കിയതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ച് ഒരു ജനവിഭാഗത്തിനെതിരെ നടത്തുന്ന ആസൂത്രണ നീക്കങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി. മലപ്പുറം എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു ജനവിഭാഗത്തെ മോശമാക്കുകയെന്നും തുടർന്നും ചോദ്യം ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഒരു മാസത്തിലധികമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെസിഫിക് ആയിട്ട് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള ആദ്യത്തെ അവസരം, അത് അടിയന്തര പ്രമേയമല്ല, ആദ്യത്തെ അവസരം ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്ക് സ്പെസിഫിക് ആയിട്ട് ആ വിഷയങ്ങളൊക്കെ അടങ്ങിയ ചോദ്യമാണ്, മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഒറ്റയടിക്ക് സഭാതലത്തിൽ നിന്ന് മാറ്റി അതിനൊരു പ്രിന്റഡ് ആയിട്ടുള്ള, അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതിലേക്ക് മാറ്റിയത്. അതിൻ്റെ പ്രാധാന്യം കുറക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനുമാണ്. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇന്ന് ആദ്യം അതിനെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെ പോലീസിൽ നടക്കുന്ന മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറം എന്ന വാക്കൊരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട്, ഒരു ജനവിഭാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് BJP പറയുന്നുണ്ട്. മലപ്പുറം എന്ന പ്രദേശത്തെ ഒരു ബാഡ് ടേസ്റ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഇവർ പറയുന്നു. അങ്ങനെ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനെതിരായി അതെന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നു, ഇത് തെറ്റല്ലേ എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത്. നിയമസഭയിൽ അസാധാരണമായ നാടകീയ രംഗങ്ങളാണ് ഇന്നുണ്ടായത്. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറി. സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ച ഇന്ന് 12 മണിക്ക് നടത്താൻ നേരത്തെ അനുമതി നൽകിയിരുന്നുവെങ്കിലും വൻ ബഹളമായതോടെ സഭ പിരിഞ്ഞു. ഇതോടെ അടിയന്തര പ്രമേയ ചർച്ച ഇന്ന് നടക്കില്ല.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ കൊമ്പുകോർത്തു. കാപട്യത്തിന്റെ മൂർത്തിഭാവമാണ് സതീശനെന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് VD സതീശനും പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളെന്നും ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അഴിമതിക്കാരായ പിണറായിയുടെയും പരാമർശം ചെകുത്താൻ വേദമോതും പോലെയാണെന്നും VD സതീശൻ പരിഹസിച്ചു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്തതിന്റെ പട്ടികയിലേക്ക് മാറ്റിയെന്ന് സതീശൻ ആരോപിച്ചു. ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിക്കാനും തീരുമാനിക്കുകയായിരുന്നു. സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡും ബാനറും ഉയർത്തിയുമാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. ഇതിനിടെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം തുടർന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും PR വിവാദവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ADGP അജിത് കുമാറിനെതിരെ നടപടി എടുത്തതിൽ പ്രതികരിച്ച് VS സുനിൽകുമാർ. ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുത്തതിൽ പ്രതികരിച്ച് VS സുനിൽകുമാർ. ഇടതുപക്ഷ സർക്കാരിന് യോജിക്കാത്ത നിലപാടാണ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സുനിൽകുമാർ പറഞ്ഞു. CPI വളരെ ശക്തമായ രാഷ്ട്രീയ അഭിപ്രായം പറയുകയുണ്ടായി എന്ന് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉപയോഗിക്കുന്നില്ല നിലപാടാണ് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ADGP എന്ന പദവി പ്രധാന പദവിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നൽകിയ ഉയർന്ന ചുമതലയിൽ നിന്ന് മാറ്റിയത് ശിക്ഷണ നടപടിയാണെന്ന് സുനിൽകുമാർ പറഞ്ഞു. RSSന്റെ നേതാക്കളുമായി പല പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രിയും അംഗീകരിക്കുന്നു. ഉണ്ടായ വീഴ്ചയും പരിഗണിച്ചുകൊണ്ടാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. നിയമസഭാ ബഹളത്തെ തുടർന്ന് ഇന്ന് പിരിച്ചുവിട്ടതിന് കാരണക്കാർ പ്രതിപക്ഷമാണെന്ന് മന്ത്രിമാർ. നിയമസഭാ ബഹളത്തെ തുടർന്ന് ഇന്ന് പിരിച്ചുവിട്ടതിന് കാരണക്കാർ പ്രതിപക്ഷമാണെന്ന് മന്ത്രിമാർ. സഭ പിരിച്ചുവിട്ടതിന് പിന്നാലെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിമാർ പ്രതിപക്ഷത്തെ വിമർശിച്ചത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം സംബന്ധിച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സമ്മതിച്ചതോടെ പ്രതിപക്ഷം വെട്ടില്ല എന്നും അതിനാലാണ് സഭ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയതെന്നും മന്ത്രി P രാജീവ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം സ്പീക്കറെ അധിക്ഷേപിച്ചെന്ന് മന്ത്രി രാജീവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതോടെ പ്രതിപക്ഷം പരിഭ്രാന്തരായി. വിഷയം ചർച്ച ചെയ്താൽ കാപട്യം തുറന്നു കാട്ടപ്പെടും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പ്രശ്നമായതെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷം ഭീരുക്കളാണെന്നും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ സഭയിൽ നിന്നും ഒളിച്ചോടിയെന്നും പറഞ്ഞ മന്ത്രി MP രാജേഷ് പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്ന് തെളിഞ്ഞുവെന്നും വിമർശിച്ചു. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി BJPയെ സഹായിക്കാനെന്ന് നിലമ്പൂർ MLA PV അൻവർ. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി BJPയെ സഹായിക്കാനെന്ന് നിലമ്പൂർ MLA PV അൻവർ. മുഖ്യമന്ത്രിയും പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട് BJPയെ സഹായിക്കാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വോട്ട് ചോർച്ചയുണ്ടാകുന്നുണ്ടെന്നും ഇത് BJPയെയാണ് സഹായിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാട് LDFൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി. ഈ വോട്ടുകൾ പോയത് BJPക്കാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ട് ചോർച്ചയുണ്ടാകുന്നുണ്ടെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. കുറച്ചു കാലത്തിനുള്ളിൽ പാലക്കാട് LDFന് 20,000 വോട്ടുകൾ കുറഞ്ഞു. LDF വോട്ടുകളാണ് കുറഞ്ഞു വന്നത്. UDF വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. BJPയുടെ വോട്ട് കൂടുകയും ചെയ്തു. പാലക്കാട് വലിയ വിഭാഗീയതകൾ ഒന്നും ഉണ്ടാകാതെ എങ്ങനെയാണ് LDFന് വോട്ട് കുറഞ്ഞതെന്നും MLA ആരോപിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. അജിത് കുമാറിന്റേത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ല. ഈ മാറ്റം CPIയെ മെരുക്കാൻ മാത്രമുള്ളതാണെന്നും K മുരളീധരൻ പ്രതികരിച്ചു. DGPയുടെ റിപ്പോർട്ടിൽ P ശശി വെള്ളം ചേർത്തുവെന്നും മുരളീധരൻ ആരോപിച്ചു. ഇല്ലെങ്കിൽ ഇതിലും വലിയ നടപടി എടുക്കണമായിരുന്നു. പ്ലാൻ ചെയ്താണ് നടപടി പ്രഖ്യാപനത്തിന് രാത്രി സമയം തിരഞ്ഞെടുത്തത്. LDFന്റെ അവസാനത്തിന്റെ ആരംഭമാണിത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തും വരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്കൂളിലെ മോഷണം. മോഷ്ടാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു.
നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലെ പൈപ്പ് ടാപ്പുകളും ഇരുമ്പ് സാധനങ്ങളും മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര പടിഞ്ഞാറേതിൽ സന്തോഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ചാക്കിൽ സ്ക്രൂ ഡ്രൈവർ അടക്കമുള്ള മോഷണ ഉപകരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഒരു മാസം മുൻപ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടിവെള്ള പൈപ്പിന്റെ സ്റ്റീൽ ടാപ്പുകൾ പട്ടാപ്പകൽ മോഷ്ടിച്ചിരുന്നു. മോഷണ ദൃശ്യം സ്കൂളിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞിരുന്നു. പോലീസ് സ്റ്റേഷനിലെ മുൻവശത്തെ സ്കൂളിൽ തുടർച്ചയായി മോഷണം നടന്നിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അന്ന് നിയമസഭയിൽ കസേര മറിച്ചിട്ട മന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ എതിർക്കാനായി എത്തിയപ്പോൾ കൈപിടിച്ച് മടക്കിവിട്ട് മുഖ്യമന്ത്രി. അന്ന് നിയമസഭയിൽ കസേര മറിച്ചിട്ട മന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ എതിർക്കാനായി എത്തിയപ്പോൾ മുഖ്യമന്ത്രി കൈപിടിച്ച് മടക്കിവിട്ടു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ MLA-മാർ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. 2015 ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയാണ് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന V ശിവൻകുട്ടി MLA ഡൈസറിൽ കയറി മൈക്ക് തകർക്കുകയും കസേര മറിച്ചിടുകയും ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ ബാർ കൊഴക്കേസിനെ ചൊല്ലിയായിരുന്നു അന്ന് സഭയിൽ കയ്യങ്കളി അരങ്ങേറിയത്. ഇന്ന് സഭയിൽ വാക്കുതർക്കം ഉണ്ടായതിന്റെ ഇടയിലാണ് കൈത്തരിച്ച മന്ത്രി ശിവൻകുട്ടി മുന്നോട്ട് നീങ്ങിയത്. സ്ഥലത്ത് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ശിവൻകുട്ടിയുടെ കൈ പിടിച്ച് തടയുകയായിരുന്നു. 23ാമത് ഭാഗവത തത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 കൂടി. 23ാമത് ഭാഗവത തത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 കൂടി. ഭാഗവോത്സവ മത്സരങ്ങൾ നവംബർ 21, 22 തീയതികളിൽ. പാർലിക്കാട് നൈമിഷാരണ്യം സഭാനികേതനിൽ നടന്ന വ്യാസപ്രസാദം സത്സംഗ പരമ്പരയുടെ സവിശേഷ സർഗത്തിൽ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ഭദ്രദീപം തെളിയിച്ചു. സത്യം പരം ധീമഹി എന്ന വിഷയത്തെ അധികരിച്ച് സ്വാമി തത്വപ്രവചനം നടത്തി. ഭാഗവതം ഒരു മഹാപുരാണം എന്നതിനപ്പുറം മനുഷ്യജീവിതത്തിന്റെ നാനാവശങ്ങളെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണെന്ന് ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് സ്വാമി വിശദീകരിച്ചു. ഈ നിത്യവസ്തുവിനെ ബാഹ്യമായ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ബാഹ്യവസ്തുക്കളെ നിരീക്ഷിക്കുന്നവരും പരിശോധിക്കുന്നവരും അവർക്ക് ഒരു കാലത്തും കണ്ടെത്താൻ പറ്റില്ല. ഇത് യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും വിചിന്തനം ചെയ്ത്, വിചാരം ചെയ്ത്, വിവേകം വളർത്തി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിറങ്ങി പരിശോധിച്ച് കണ്ടെത്തി വിലയിരുത്തി അനുഭവിച്ച് അറിഞ്ഞ് യുക്തിസഹം അതിനെ വേണ്ടതുപോലെ വിപുലീകരിച്ച് ഉറപ്പിച്ചെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പൊ വിവേകം എന്ന് പറയുന്നതാണ് നിങ്ങൾക്കിവിടെ ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പൊ ആർക്ക് കിട്ടുന്ന പറയുന്നത്? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, അനവധി ജന്മം കൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങളല്ല, നിങ്ങളുടെ ഭൂമിയില് അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, അങ്ങനെ ജന്മജന്മങ്ങളായി പുണ്യകർമ്മവും ഈശ്വരനോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാമായി നടന്നാൽ ആ പുണ്യത്തിന്റെ ബലം കൊണ്ട് സത്സംഗമേവ ലഭതേ. സത്സംഗം എന്താണ്? ഈ സത്സംഗം ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 വരെ ആയിരിക്കുമെന്ന് സ്വാമി പ്രഖ്യാപിച്ചു. ഇതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഭാഗവോത്സവം എന്ന മത്സരങ്ങൾ നവംബർ 21, 22 എന്നീ തീയതികളിൽ നടത്തുന്നതാണെന്നും അറിയിച്ചു. ശ്ലോകാലാപം, പ്രസംഗം, ഉപന്യാസം, പ്രശ്നോത്തരി എന്നിവ 21-ന് വേദവ്യാസ ഭവനിലും ചിത്രരചന, വിഷ്ണു സഹസ്രനാമജപം എന്നിവ 22-ന് സഭാനികേതനിലും വെച്ചാണ് നടക്കുക. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ എന്നീ തലങ്ങളിൽ വെവ്വേറെ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് യഥാക്രമം 2000, 1500, 1000 രൂപയുടെ ക്യാഷ് സമ്മാനവും പ്രമാണപത്രവും മെമന്റോയും സമ്മാനമായി നൽകും. പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. സ്വാമിനി മാ ഗുരുപ്രിയ, ബ്രഹ്മശ്രീ ദേവപാലൻ, പ്രൊഫസർ സാധു പത്മനാഭൻ, AK ഗോവിന്ദൻ, K വിജയൻ മേനോൻ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നിവർ സംസാരിച്ചു. സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാമി പ്രസാദ വിതരണം നടത്തി. ഇടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ.
സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. തിരികെ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തികൾ തടസ്സമില്ലാതെ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവൃത്തികൾ തടസ്സമില്ലാതെ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. ഗ്രൗണ്ടിൽ മണ്ണിട്ട് നികത്തി ഉയർത്തുന്നത് മൂലം ഗ്രൗണ്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിൽ വെള്ളം കയറും എന്നാരോപിച്ച് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തടസ്സമില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. LDF സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക വകുപ്പിന്റെ 50 ലക്ഷവും സ്ഥലവും MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷവും ചേർത്ത് 1 കോടി രൂപ ചെലവിലാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. കായിക വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാനാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടത്തണം എന്നാണ് പൊതുവെയുള്ള ജനവികാരം. വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടത്താൻ നടപടി സ്വീകരിക്കുമെന്ന് പൊതുപ്രവർത്തകനും കായിക പ്രേമിയുമായ CO ദേവസി ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ തീർച്ചയായിട്ടും അഭിമാനകരമായിരുന്നു. ഈ ഗ്രൗണ്ടിനെ പോലെ ഒരു ഗ്രൗണ്ട് ഈ ജില്ലയിൽ തന്നെ വിരളമായിരുന്നുവെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കുക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ കളിച്ചിരുന്നത്. നിരവധി ടൂർണമെൻറ്റുകൾ ഓരോ കൊല്ലവും നടത്തിയിരുന്നു. ടൂർണമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാര ടൂർണമെൻ്റ് അല്ല. ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും, പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ആവേശകരമായ ടൂർണമെൻ്റായിരുന്നു നടന്നിരുന്നത്. ആ ഗ്രൗണ്ടിന് ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിന്നിരുന്ന കാഴ്ച ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് റെഫറി ആയിരുന്ന സുലൈമാൻ്റെ വിസിലിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അന്നത്തെ കുട്ടികൾ ചെവി ഓർത്തിരുന്ന കാലം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതോടൊപ്പം അന്ന് 1ാം സമ്മാനം കിട്ടിയ ഒരു കപ്പ് സമ്മാനം കിട്ടാത്ത ഒരു ടീം തട്ടിപ്പറിച്ച് ഓടിയതും വഴക്കുണ്ടായതും ഒക്കെ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ഗ്രൗണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനകരമായിരുന്ന ആ ഗ്രൗണ്ടിൻ്റെ ഗതകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം ആഹ്ലാദം തോന്നുകയാണ്. ആ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിപ്പിച്ചുകൊണ്ട് ആ ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ സാമൂഹിക സംഘടന പ്രഖ്യാപിച്ച PV അൻവർ MLAക്ക് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുതിയ സാമൂഹിക സംഘടന പ്രഖ്യാപിച്ച PV അൻവർ MLAക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റെ നീക്കങ്ങൾ അജണ്ടയുടെ ഭാഗമാണ്. SDPI, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്നിവരാണ് അൻവറിന്റെ പരിപാടിയിൽ എത്തിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. DMK-യുമായി അൻവറിന് കൂട്ടുകൂടൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുകയാണ്. ചേലക്കരയിലും പാലക്കാടും BJP-യുമായി ധാരണയെന്നത് ശുദ്ധ അസംബന്ധമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാവുന്നവരിൽ കൂടുതൽ പേര് മുസ്ലിം പേരുകാരാണെന്ന KT ജലീലിന്റെ പരാമർശവും MV ഗോവിന്ദൻ തള്ളി. സ്വർണ്ണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്തുകെട്ടേണ്ട കാര്യമില്ല. ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. ഇതൊന്നും കുറ്റകൃത്യമല്ലെന്ന ചില ആളുകളുടെ ധാരണ മാറ്റണം. ഇക്കാര്യങ്ങളിൽ മതപരമായ ഇടപെടൽ നല്ലതാണെന്നും MV ഗോവിന്ദൻ. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടുത്തം. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടുത്തം. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അഗ്രശാല സ്ഥിതി ചെയ്യുന്നത്.
തീപിടുത്തത്തിൽ അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു. തീ നിയന്ത്രണ വിധേയമാക്കി. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ക്ഷണം വയ്ക്കുന്ന പായ പോലുള്ള വസ്തുക്കളാണ് ചൂട് കാരണം തീപിടിച്ചതെന്ന് നിഗമനം. അഗ്രശാലയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷാണ് ആവശ്യപ്പെട്ടത്. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ അതിനു പിന്നിൽ മറ്റു കാര്യങ്ങളാണോ എന്ന് അന്വേഷണം വേണമെന്നാണ് ആവശ്യം. റവന്യൂ മന്ത്രിയും സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്നും പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ നടന്ന മുകളിലത്തെ നിലയിലാണ് തീപിടിച്ചത്. 100-ലധികം പേർ താഴത്തെ നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത്. തീ പടർന്നതോടെ ഹാളിൽ ഉണ്ടായിരുന്നവർ പരിപാടി അവസാനിപ്പിച്ച് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നടൻ ജയസൂര്യയ്ക്ക് നോട്ടീസ്. പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നടൻ ജയസൂര്യയ്ക്ക് നോട്ടീസ്. ഈ മാസം 15-ന് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ഷൂട്ടിങ്ങിനിടെ തന്നെ കടന്നുപിടിച്ചെന്നാണ് നടിയുടെ പരാതി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ രണ്ടാമതും പോലീസ് കേസെടുത്തിരുന്നു. തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് നടൻ അമേരിക്കയിലായിരുന്നു. 1 മാസത്തിനു ശേഷമാണ് താരം നാട്ടിൽ തിരിച്ചെത്തിയത്. നടൻ TP മാധവൻ ഗുരുതരാവസ്ഥയിൽ. നടനും AMMA സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ TP മാധവൻ ഗുരുതരാവസ്ഥയിൽ. കുടൽ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. TP മാധവനെ ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. കഴിഞ്ഞ 8 വർഷമായി പത്തനാപുരം ഗാന്ധി ഭവൻ അന്തേവാസിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് മുറിയിൽ അവശനായി കിടന്ന TP മാധവനെ ചില സഹപ്രവർത്തകരാണ് ഗാന്ധി ഭവനിൽ എത്തിച്ചത്. ഗാന്ധി ഭവനിൽ എത്തിയ ശേഷം ആരോഗ്യം ഭേദപ്പെട്ട സമയത്ത് ചില സീരിയലുകളിലും സിനിമകളിലും TP മാധവൻ അഭിനയിച്ചിരുന്നു. എന്നാൽ പിന്നീട് മറവി രോഗം ബാധിച്ചു. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ NP പിള്ളയുടെ മകനാണ് TP മാധവൻ. തിരുവനന്തപുരം വഴുതക്കാടാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം. നടൻ മധുവാണ് മാധവന് സിനിമയിൽ അവസരം നൽകുന്നത്. ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മകനാണ്. എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിക്കുന്നു. ഇന്നലെ വൈകുന്നേരം നിറമാല ചുറ്റുവിളക്ക്, ശ്രീലകത്ത് നെയ്വിളക്ക്, ലളിതാ സഹസ്രനാമ ജപം, ദീപാരാധനയും വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് നടന്ന വടക്കാഞ്ചേരി സരിഗമ സംഗീത കൂട്ടായ്മയുടെ ഭക്തിഗാനസുധ ഭക്തജനങ്ങളുടെ മനോമുകുരങ്ങളെ ഉണർത്തി. മോഹനൻ ആണവപ്പറമ്പ്, ജയേഷ് കുമ്പളങ്ങാട്, ജയൻ കുമ്പളങ്ങാട്, ജിൻസി കുമ്പളങ്ങാട്, സുജിന തെക്കുംകര എന്നിവർ സംഗീതാർച്ചനയിൽ പങ്കെടുത്തു. ക്ഷേത്രം മേൽശാന്തി ശ്രീ നാരായണൻ അയ്യർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കോമരം മണികണ്ഠൻ, ക്ഷേത്രം ഭാരവാഹികളായ P. സേതുമാധവൻ, P. രാജഗോപാലൻ, രവി നാരായണൻ, ബേബി ഉണ്ണികൃഷ്ണൻ, ആദർശ്, ഉണ്ണികൃഷ്ണൻ, പ്രതീഷ് അപ്പു, ശ്രീനാഥ് P. ഹരിദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. ADGP അജിത് കുമാറിനെതിരെ നടപടി എടുത്തതിൽ പ്രതികരിച്ച് VS സുനിൽകുമാർ. നിയമസഭാ ബഹളത്തെ തുടർന്ന് ഇന്ന് പിരിച്ചുവിട്ടതിന് കാരണക്കാർ പ്രതിപക്ഷമാണെന്ന് മന്ത്രിമാർ. ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടി BJPയെ സഹായിക്കാനെന്ന് നിലമ്പൂർ MLA PV അൻവർ.
ADGP MR അജിത് കുമാറിനെതിരായ നടപടി അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്കൂളിലെ മോഷണം. മോഷ്ടാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് നിയമസഭയിൽ കസേര മറിച്ചിട്ട മന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ എതിർക്കാനായി എത്തിയപ്പോൾ കൈപിടിച്ച് മടക്കിവിട്ട് മുഖ്യമന്ത്രി. 23ാമത് ഭാഗവത തത്വ സമീക്ഷാ സത്രം ഡിസംബർ 20 മുതൽ 29 കൂടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.